മിശിഹായിൽ സ്നേഹമുള്ളവരെ, ഈ വചന ശുശ്രൂഷ സമയത്ത് ഈ വചനം ശ്രവിക്കുന്ന വ്യക്തികളിലേക്കും കുടുംബങ്ങളിലേക്കും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി വർഷിക്കപ്പെടട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ. മിശിഹായിൽ സ്നേഹമുള്ളവരെ, ലോകത്തിനു നേരെ കണ്ണടയ്ക്കുകയും ക്രിസ്തുവിന് നേരെ കണ്ണു തുറക്കുകയും ചെയ്യേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി. ലോകത്തിനു നേരെ കണ്ണടയ്ക്കുകയും ക്രിസ്തുവിന് നേരെ കണ്ണു തുറക്കുകയും ചെയ്യേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി. യേശുവിൻ്റെ മാറിൽ തല ചായ്ച്ചു വെച്ചിരുന്ന യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതിയപ്പോൾ, 1 ലേഖനം 2 അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ പറയുന്നത് ഇപ്രകാരമാണ്: ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ ജഡത്തിൻ്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിൻ്റെ അഹന്ത, ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റേതല്ല, പ്രത്യുത ലോകത്തിൻ്റേതാണ്. വലിയൊരു വ്യത്യാസം യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. ലോകത്തിന് നേരെ കണ്ണടയ്ക്കുകയും ക്രിസ്തുവിന് നേരെ കണ്ണ് തുറക്കുകയും ചെയ്യേണ്ടവനാണ് ഒരു ക്രിസ്ത്യാനി. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 32 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങൾ. ലോകത്തിന് നേരെ കണ്ണടയ്ക്കുകയും ക്രിസ്തുവിന് നേരെ കണ്ണു തുറക്കുകയും ചെയ്ത ഒരു വ്യക്തിയെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. സാഹചര്യം ഇതാണ്: യേശുവിൻ്റെ കുരിശുമരണം. യേശുവിനെ കുരിശിൽ തറയ്ക്കുവാൻ ഗാഗുൽത്താ മലയിലേക്ക് കൊണ്ടുപോകുന്നു. അവനോടൊപ്പം കുരിശിൽ തറയ്ക്കുവാൻ 2 കുറ്റവാളികളെയും. യേശുവിനോടൊപ്പം ഒരു കുറ്റവാളിയെ അവൻ്റെ ഇടതുവശത്തും അപരനെ വലതുവശത്തും കുരിശിൽ തറച്ചുവെന്ന് ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 33 തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, 3 തരത്തിലുള്ള വ്യക്തികളെ യേശുവിൻ്റെ കുരിശിനരികെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തേത് ഒരു കൂട്ടം വ്യക്തികളാണ്. ലൂക്കായുടെ സുവിശേഷം 23 അധ്യായം 35 തിരുവചനം വളരെ ഒരു ചെറിയ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ജനക്കൂട്ടം നോക്കി നിന്നു. ജനക്കൂട്ടം നോക്കി നിന്നു. പലപ്പോഴും അതങ്ങനെ തന്നെയാണല്ലോ. നിസ്സംഗതയുടെ ഒരു പറ്റം ജനങ്ങൾ എപ്പോഴും എല്ലാ കാലത്തും ഉണ്ടാകും. അവർ ഒന്നിലും ഇടപെടാതെ നോക്കി നിൽക്കുന്ന ഒരു ജനമായിരിക്കും.
ഒന്നിലും ഭാഗഭാഗിത്വമില്ലാതെ മാറി നിൽക്കുന്നവരായിരിക്കും അവർ. നിസ്സംഗത ഏറ്റവും വലിയ പാപമാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ വിവാഹ വിരുന്നിൻ്റെ ഉപമയെക്കുറിച്ചാണ് പറയുന്നത്. സ്വർഗരാജ്യം എന്ന് പറയുന്നത് രാജാവ് വിരുന്നിന് ക്ഷണിക്കപ്പെട്ടതിന് സദൃശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് ഈശോ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടെ 22-ാം അധ്യായം 5-ാം തിരുവചനം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു. തൻ്റെ ഭൃത്യരെയെല്ലാം രാജാവ് അയക്കുകയാണ് ക്ഷണിച്ചു കൊണ്ടുവരുവാൻ, അതിഥികളെ ക്ഷണിക്കുവാൻ. പക്ഷേ വിളിക്കപ്പെട്ടവരെല്ലാവരും ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോയി. രാജാവിൻ്റെ സൽക്കാരത്തെ അവഗണിച്ചുകൊണ്ട് ഓരോരുത്തരും താന്താങ്ങളുടെ വഴിക്ക് പോയതായി പറയുന്നു. ഒരുവൻ വ്യാപാരത്തിനും മറ്റൊരുവൻ വയലിലേക്കും പോയി കളഞ്ഞു. രാജാവിൻ്റെ ക്ഷണത്തെ തിരസ്കരിച്ച് അവഗണിച്ച് കടന്നു പോകുന്ന വ്യക്തികളെക്കുറിച്ച് അവിടെ നമ്മൾ കാണുന്നു. അവർക്ക് രാജാവിൻ്റെ വിരുന്നിൽ ഒരു ഭാഗഭാഗിത്വവും ലഭിക്കുന്നില്ല. മാറി നിൽക്കുക, നിസ്സംഗതയോടെ നോക്കി നിൽക്കുക. ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 21-ാം തിരുവചനത്തിലും 23-ാം തിരുവചനത്തിൽ നമ്മൾ കാണുന്നു. ജനക്കൂട്ടം ഫരീസയ പ്രമാണികളോടും യഹൂദ പുരോഹിതന്മാരോടും ചേർന്ന് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് വിളിച്ചു പറഞ്ഞവരാണ്. അതുകൊണ്ട് ഇതിൻ്റെ അവസാനം എന്താണെന്ന് കാണുവാൻ അകലെ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് മാറുന്നു. അവർക്ക് വലിയ താല്പര്യങ്ങളൊന്നുമില്ല. അകലെ നിന്ന് നോക്കി നിൽക്കുന്ന ഒരു ജനസമൂഹം. ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. നല്ല സമറായക്കാരൻ്റെ ഉപമ ഈശോ പഠിപ്പിക്കുന്നു. അവിടെ വഴിയരികിൽ കവർച്ചക്കാരാൽ ആക്രമിക്കപ്പെട്ട് അർദ്ധപ്രാണനായി കിടക്കുന്ന മനുഷ്യനെ കണ്ട് നിസ്സംഗതയോടെ കടന്നു പോകുന്ന 2 പേരെക്കുറിച്ച് പറയുന്നു. അവനെ കണ്ടെങ്കിലും അവർ കടന്നുപോയി എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത്. ഒന്ന് ഒരു പുരോഹിതനാണ്, മറ്റൊരാൾ ലേവായനാണ്. ആവശ്യക്കാരനെ കണ്ടിട്ടും നിസ്സംഗതയോടെ കടന്നു പോവുക. ഇതാ അതുപോലെ യേശുവിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും കണ്ടവരാണ് ഈ ജനക്കൂട്ടത്തിലുള്ളവരെല്ലാവരും തന്നെ. അവൻ്റെ പഠനങ്ങൾ അവർ കേട്ടിട്ടുള്ളതാണ്. ഒത്തിരിയേറെ അത്ഭുതങ്ങൾ അവർക്ക് വേണ്ടി ഈശോ പ്രവർത്തിച്ചിട്ടുള്ളതാണല്ലോ. എന്നിട്ടും അവർ നിസ്സംഗതയോടെ നോക്കി നിൽക്കുന്നു. രണ്ടാമത്തെ ഒരു കൂട്ടം ജനങ്ങളെക്കുറിച്ച് യേശുവിൻ്റെ കുരിശുമരണ സമയത്ത് സൂചിപ്പിച്ചു തരുന്നുണ്ട്. ആ കൂട്ടത്തിൽ പെടുന്നവരാണ് ജനപ്രമാണികളും പട്ടാളക്കാരും അതുപോലെ തന്നെ യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരു കള്ളനും. ഈ 3 കൂട്ടരും ഒരേ പ്രവൃത്തി തന്നെയാണ് യേശുവിനെതിരായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനപ്രമാണികൾ പരിഹസിച്ചുകൊണ്ട് പറയുന്നു, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, ഇവൻ ദൈവത്തിൻ്റെ ക്രിസ്തുവാണെങ്കിൽ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെങ്കിൽ തന്നെ തന്നെ രക്ഷിക്കട്ടെ. പരിഹസിച്ചുകൊണ്ടാണ് അവർ ഇങ്ങനെ വിളിച്ചു പറയുന്നത്. അതും
യേശുവിൻ്റെ അസ്തിത്വത്തിൻ്റെ കടയ്ക്കൽ കത്തിവെക്കുന്നത് പോലെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. പരിഹസിച്ചുകൊണ്ട് അവനോട് സംസാരിക്കുന്ന ജനപ്രമാണികൾ. പല സാഹചര്യങ്ങളിലും അങ്ങനെയാണ്. ഒരുവന് വേദന വരുമ്പോൾ, ഒരുവന് ദുഃഖം വരുമ്പോൾ, ഒരുവന് കഷ്ടപ്പാടുണ്ടാകുമ്പോൾ അവനെ പരിഹസിച്ച് പറയാൻ ഒരു കൂട്ടം മനുഷ്യരെപ്പോഴും കൂടെയുണ്ടാകുമല്ലോ. അവൻ ചെയ്ത പാപങ്ങളുടെ പ്രതിഫലമാണ് അവൻ അനുഭവിക്കുന്നത്. അവൻ സഹിക്കുന്നത് അവൻ ചെയ്തതിൻ്റെ പരിണിത ഫലമാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്നവരുണ്ടാകും. അതുപോലെ തന്നെ യേശുവിനോട് യാതൊരു ബന്ധവുമില്ലാത്ത പടയാളികൾ അവനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നു, നീ യഹൂദരുടെ രാജാവാണെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കുക. പടയാളികൾ പരിഹസിച്ചുകൊണ്ടാണ് യേശുവിനെതിരെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഇതാ മറ്റൊരു മനുഷ്യനെക്കുറിച്ച് അവിടെ സൂചനയുണ്ട്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒരു കള്ളൻ. അവൻ ദുഷിച്ചുകൊണ്ടാണ് യേശുവിനെതിരെ സംസാരിക്കുന്നത്. അവൻ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ക്രിസ്തുവല്ലേ, നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക. അവസാന നിമിഷങ്ങളിൽ മരണത്തോടടുക്കുകയാണ് എങ്കിലും അവനും യേശുവിനെ ദുഷിച്ച് സംസാരിക്കാൻ, പരിഹസിക്കാൻ മറ്റുള്ളവരോടൊപ്പം ഇവനും കൂടുന്നത് നമ്മൾ കാണുന്നു. ശിമെയി എന്നൊരു കഥാപാത്രത്തെ ദാവീദിൻ്റെ ജീവിതത്തിൽ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. തൻ്റെ മകൻ അബ്സലോം തനിക്കെതിരെ പ്രവർത്തിച്ച് രാജഭരണം കൈക്കലാക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അബ്സലോം ജെറൂസലേമിലുള്ള തൻ്റെ കൊട്ടാരം വിട്ട് ഒലിവ് മലയും കടന്ന് മരുഭൂമിയിലേക്ക് യാത്ര പോകുന്ന സമയം, ആ സമയത്ത് ശിമെയി എന്നൊരു വ്യക്തി ദാവീദിനെതിരെ, ദാവീദിൻ്റെ കൂടെയുള്ളവർക്കെതിരെ ശാപവചനങ്ങൾ പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നു. ഏറ്റവും ദുഃഖത്തോടെ ആയിരിക്കുന്ന സമയമാണ് ദാവീദിന്, വേദനിക്കുന്ന സമയം. രാജ്യത്വം നഷ്ടപ്പെടുന്നു, തനിക്കെതിരെ തൻ്റെ മകൻ തിരിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വേദനിക്കുന്ന സമയത്ത് അവനെതിരെ ശാപവാക്കുകൾ പറയാൻ ശിമെയി എന്ന് പറയുന്നൊരുവൻ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒരുവൻ വേദനിച്ചിരിക്കുന്ന സമയത്ത് അവനെ പരിഹസിക്കുക, അവനെ ദുഷിച്ചു പറയുക. ഈ ജനപ്രമാണികളും അതുപോലെ തന്നെ പട്ടാളക്കാരും യേശുവിനോടൊപ്പം കുരിശു തറയ്ക്കപ്പെട്ട കള്ളനും ചെയ്തത് അതുതന്നെയാണ്. എന്നാൽ മൂന്നാമത് ഒരു വ്യക്തിയെ കൂടെ കുരിശിനോട് ചേർത്ത് വെച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അത് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളി ആണ്. അത് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളി. പാരമ്പര്യം പറയുന്നു അദ്ദേഹത്തിൻ്റെ പേര് ദീസ്മാസ് എന്നാണെന്ന്. യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട കുറ്റവാളിയെക്കുറിച്ച് ഒരൊറ്റ വാക്കിൽ ഇങ്ങനെ പറയാം: ലോകത്തിന് നേരെ കണ്ണടയ്ക്കുകയും ക്രിസ്തുവിന് നേരെ കണ്ണു തുറക്കുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. ലോകത്തിന് നേരെ കണ്ണടയ്ക്കുകയും ക്രിസ്തുവിന് നേരെ അവസാന നിമിഷം കണ്ണു തുറക്കുകയും ചെയ്ത വ്യക്തിയാണ് യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട കുറ്റവാളി. അദ്ദേഹത്തെ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്നത് നല്ല കള്ളനാണെന്നാണ്.
അദ്ദേഹം 4 കാര്യങ്ങൾ അവിടെ കുരിശിൽ കിടന്നുകൊണ്ട് യേശുവിനോട് ചേർന്ന്, യേശുവിനെ പോലെ തന്നെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവസാന നിമിഷങ്ങളിലേക്ക് സഹനത്തിൻ്റെ പാതയിലൂടെ കടന്നു പോകുമ്പോൾ 4 കാര്യങ്ങൾ ഈ മനുഷ്യൻ വിളിച്ചു പറയുന്നതായി നമ്മൾ തിരുവചനത്തിൽ കാണുന്നുണ്ട്. ഒന്നാമതായി ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവഭയമുള്ളവനായിരുന്നു ഇദ്ദേഹം. ഈ മനുഷ്യൻ കള്ളനായിരുന്നുവെങ്കിലും ദൈവഭയമുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെയായിരിക്കണം തന്നോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട വ്യക്തിയോട് ഇങ്ങനെ ചോദിക്കുന്നത്, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനർത്ഥം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഇദ്ദേഹം ഏറ്റുപറയുക തന്നെയായിരിക്കും. ദൈവത്തെ ഭയപ്പെടുക അത് പേടിയല്ല, മറിച്ച് ആദരവിൽ നിന്ന് ഉയർക്കൊള്ളുന്നൊരു ഭാവമാണത്. ദൈവത്തെ ഭയപ്പെടുക. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം ഇതാ കൊർണേലിയൂസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് അവിടെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അവനെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: അവൻ നീതിമാനും ദൈവഭയമുള്ളവനുമായിരുന്നു എന്നാണ്. അങ്ങനെ നീതിനിഷ്ഠനും ദൈവഭയമുള്ളവനുമായിരുന്ന അവൻ്റെ പക്കലേക്കാണ് പത്രോസ് കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കുവാനായിട്ട് കടന്നു വരുന്നത്. ദൈവഭയം ദൈവസ്നേഹത്തിലേക്ക് നയിക്കുന്നതായി നമ്മൾ തിരിച്ചറിയുന്നുണ്ട് സുവിശേഷത്തിൽ നിന്ന്. പ്രിയമുള്ളവരെ, യേശുവിനോടൊപ്പം വേദന സഹിച്ച ആ മനുഷ്യൻ, നല്ല കള്ളൻ എന്ന് പറയുന്ന, നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന ആ മനുഷ്യൻ ദൈവഭയമുള്ള വ്യക്തിയായിരുന്നു എന്ന് തിരുവചനം സൂചന നൽകുന്നുണ്ട്. രണ്ടാമതായി അവൻ പറയുന്നത് ഇപ്രകാരമാണ്, അവൻ്റെ മനോഭാവം ഇപ്രകാരമാണ്: അവൻ തൻ്റെ തന്നെ അവസ്ഥ അംഗീകരിക്കാൻ തയ്യാറുള്ളവനാണ്. തൻ്റെ തന്നെ അവസ്ഥ അംഗീകരിക്കാൻ തയ്യാറുള്ളവനായിരുന്നു അവൻ. അതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനെ പറയുന്നത്, നമ്മുടെ ശിക്ഷാവിധി ന്യായമാണ്, ന്യായമായ ശിക്ഷാവിധിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവൃത്തികൾക്ക് തക്ക പ്രതിഫലം നമുക്ക് ലഭിച്ചിരിക്കുന്നു. നമുക്ക് കിട്ടിയ ഈ കുരിശുമരണം അത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് എന്ന് അവൻ ഏറ്റുപറയുന്നതായി നമ്മൾ കാണുന്നു. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാപിയാണ് എന്നും ഞാൻ പാപത്തിൻ്റെ അവസ്ഥയിൽ തുടരുന്നവനാണ് എന്നും ഏറ്റുപറയുന്ന വ്യക്തിയായി അവൻ മാറുന്നു. ആരൊക്കെ കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ അവസ്ഥ ഏറ്റുപറയുന്നുവോ അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുള്ളതായി തിരുവചനം നമ്മെ സൂചിപ്പിച്ചു തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതലുള്ള തിരുവചനം നമ്മൾ അവിടെ വായിക്കുന്നു. സക്കേവൂസ് എന്നു പേരുള്ള ചുങ്കക്കാരിൽ പ്രധാനിയായൊരു മനുഷ്യനെക്കുറിച്ച്. അവൻ യേശുവിനെ കാണുവാൻ അതിയായി ആഗ്രഹിച്ചുവെന്നും ഒരു മരത്തിൽ കയറി അവൻ പൊക്കക്കുറവായതുകൊണ്ട് യേശുവിനെ കാണുവാൻ അവിടെ കയറിയിരുന്നുവെന്നും യേശു അവിടേക്ക് കടന്നു വന്നപ്പോൾ അവനെ താഴെ ഇറക്കി നിൻ്റെ ഭവനത്തിൽ എനിക്ക് താമസിക്കേണ്ടിയിരിക്കുന്നുവെന്നും അറിയിക്കുന്നതായി ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തൻ്റെ അവസ്ഥ ഈ സക്കേവൂസ് ഏറ്റുപറയുന്നുണ്ട്. തൻ്റെ ജീവിതം എങ്ങനെയാണ് എന്നും തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നും സക്കേവൂസ് ഏറ്റുപറയാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്.
അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും തുക വഞ്ചിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ 4 ഇരട്ടിയായി തിരികെ നൽകുന്നു. അവനൊരു വഞ്ചകനാണ് എന്നും മറ്റുള്ളവരിൽ നിന്ന് അന്യായമായി പണം ഈടാക്കിയിരുന്നവനാണ് എന്നും തിരുവചനം സൂചന നൽകുന്നുണ്ട്. അവൻ തൻ്റെ അവസ്ഥ ഏറ്റുപറയാനായിട്ട് പരിശ്രമിക്കുന്നു. അങ്ങനെ അവൻ്റെ അവസ്ഥ ഏറ്റുപറയാനായിട്ട് അവൻ പരിശ്രമിച്ചപ്പോഴാണ് കർത്താവും എഴുന്നേറ്റ് അവനെയും അവൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവന് രക്ഷ പ്രദാനം ചെയ്യുന്നതായി നമ്മൾ തിരിച്ചറിയുന്നു. ആരൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ താൻ എന്തായിരിക്കുന്നുവോ അത് കർത്താവിന് മുമ്പിൽ ഏറ്റുപറയാൻ തയ്യാറായി കഴിഞ്ഞാൽ അവരെയൊക്കെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി തിരുവചനം നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 9 മുതൽ 14 വരെയുള്ള തിരുവചനം. അവിടെ പറയുന്നത് 2 പേർ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാനായി കടന്നുപോയതിനെക്കുറിച്ചാണ്. ഒരുവൻ ഫരിസേയനും മറ്റൊരുവൻ ചുങ്കക്കാരനും. ഫരിസേയൻ ഇതാ തന്നെ ന്യായീകരിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ എണ്ണി പറയുന്നുണ്ട്. അവൻ ഏറ്റുപറയാനായിട്ട് പരിശ്രമിക്കുന്നത്, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ ദശാംശം കൊടുക്കുന്നവനാണ്, ഞാൻ അക്രമികളും നീതിരഹിതരും വ്യഭിചാരികളുമായ മറ്റു മനുഷ്യരെ പോലെയല്ല, തന്നെ നീതീകരിക്കാനായി പരിശ്രമിക്കുന്നൊരു വ്യക്തിയാണ്. പക്ഷേ ചുങ്കക്കാരനാകട്ടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കണ്ണുകൾ ഉയർത്താൻ പോലും സാധിക്കാതെ നിലവിളിച്ചുകൊണ്ട് പാപിയായ എൻ്റെ മേൽ കരുണ തോന്നണമേ എന്ന് വിളിച്ചപേക്ഷിച്ച് കരയുന്നതായി നമ്മൾ കാണുന്നു. അവൻ നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് തിരിച്ചു പോകുന്നു. തന്നെ അവസ്ഥ അംഗീകരിക്കുന്നതായി കാണുന്നു. ഇതാ നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന നല്ല കള്ളനും തന്നെ അവസ്ഥ എന്താണെന്ന് അംഗീകരിക്കുന്നു. മൂന്നാമതായി അവൻ ചെയ്യുന്നത് യേശുവിൻ്റെ നിഷ്കളങ്കത ഏറ്റുപറയുകയാണ്. അവൻ പറയുന്നു, ഇവനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്യാത്ത വ്യക്തിയാണ് ഇവനെന്ന് ഉള്ളൊരു തിരിച്ചറിവ് ഈ നല്ല കള്ളന് ലഭിക്കുന്നതായി തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചു തരുന്നു. നാലാമതായി അവൻ പറയുന്നത് നിത്യജീവിതത്തെക്കുറിച്ചുള്ളൊരു ചിന്ത അവൻ ഏറ്റുപറയുകയാണ്. നിത്യതയെക്കുറിച്ചുള്ളൊരു ചിന്ത അവൻ ഏറ്റുപറയുകയാണ്. ഇതാ അവൻ ലോകത്തിന് നേരെ കണ്ണടച്ചു, അവസാനം ദൈവപുത്രൻ്റെ നേരെ അവൻ കണ്ണു തുറന്നു. ലോകത്തിന് നേരെ കണ്ണടച്ച് ദൈവപുത്രന് നേരെ അവൻ കണ്ണു തുറന്നു. അവൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, യേശുവേ, നിൻ്റെ രാജ്യത്ത് നീ പ്രവേശിക്കുമ്പോൾ എന്നെയും ഒന്നുകൂടെ ഒന്ന് ഓർക്കണമേ, എന്നെ കൂടി ഒന്ന് ഓർക്കണമേ. അവൻ യേശുവിനോട് ഒരു പരിചയക്കാരനായി മാറി. ലോകത്തിന് നേരെ കണ്ണടച്ചു കഴിഞ്ഞാൽ, യേശുവിന് നേരെ കണ്ണു തുറന്നു കഴിഞ്ഞാൽ അവരെല്ലാവരും യേശുവിൻ്റെ സ്നേഹിതരും പരിചയക്കാരുമായി മാറി. അങ്ങനെ മാറുവാനായി ഇതാ ഈ നല്ല കള്ളനും ആയിത്തീരുന്നു എന്ന് തിരുവചനം പറയുന്നു. അവൻ യേശുവിനെ പേര് ചൊല്ലി വിളിക്കുകയാണ്. അത്രമാത്രം ഒരാത്മബന്ധം യേശുവുമായി അവസാന നിമിഷങ്ങളിൽ അവൻ ഉണ്ടാക്കുന്നതായി കാണുന്നു. ഈശോ അവന് മറുപടി നൽകുന്നു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. നീ ഇന്ന് എന്നോടുകൂടെ പർദീസായിലായിരിക്കും. അവസാന മരണത്തിൻ്റെ നിമിഷത്തിൽ നിത്യതയെക്കുറിച്ചുള്ളൊരു ചിന്ത
അവൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അവൻ യേശുവിനെ തിരിച്ചറിയുന്നു, തൻ്റെ അവസ്ഥ ഏറ്റുപറയുന്നു. അവൻ ലോകത്തിന് നേരെ കണ്ണടച്ച് അവസാനം ദൈവപുത്രനിലേക്ക്, യേശുവിലേക്ക് തിരിയുന്നു. ആരൊക്കെ ലോകത്തിന് നേരെ കണ്ണടയ്ക്കുന്നുവോ, യേശുവിലേക്ക് തിരിയുന്നുവോ, അവരെല്ലാവരും യേശുവിനോടൊത്ത് സ്വർഗരാജ്യം അവകാശമാക്കുന്നവരായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ലോകത്തിൻ്റെ സുഖങ്ങൾക്ക് നേരെ കണ്ണടച്ച്, ലോകത്തിന് നേരെ തന്നെ കണ്ണടച്ച് യേശുവിലേക്ക് മുഖം തിരിക്കാൻ, യേശുവിലേക്ക് കണ്ണു തുറക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. നിത്യതയെക്കുറിച്ചോർത്ത് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.